റിപ്പബ്ലിക് ദിനത്തിന്റെ ആഘോഷ നിറവിൽ ഇന്ത്യ. രാജ്യം സ്വതന്ത്ര റിപ്പബ്ലിക് ആയതിന്റെ 77ാം വാർഷികം അത്യാഹ്ലാദത്തോടെയും വൈവിധ്യമാർന്ന പരിപാടികളോടെയും നാടെങ്ങും ആഘോഷിച്ചു. ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ജാഗ്രത വേണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. നാടിനെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന വർഗീയ ശക്തികൾക്കെതിരെ പോരാടാൻ ഓരോരുത്തരും തയ്യാറാവണമെന്നും മന്ത്രി പറഞ്ഞു. യൂണിഫോമുള്ള എല്ലാ സേനാംഗങ്ങളും സല്യൂട്ട് ചെയ്യേണ്ടതും മറ്റുള്ളവർ ആദരസൂചകമായി എഴുന്നേറ്റ് നിൽക്കേണ്ടതുമാണ്. പാലക്കാട് കോട്ടമൈതാനത്ത് രാവിലെ 9 മണിക്ക് വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ദേശീയ പതാക ഉയർത്തി. തുടർന്ന് അദ്ദേഹം വിവിധ സേനാ വിഭാഗങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും അഭിവാദ്യം സ്വീകരിച്ചു. Now the Honorable Minister for Electricity, Shri K. Krishnankutti. Saluting the distinguished guests is Parade Commander Ms. Asha Sharma IPS and Parade Second in Command Shri J.N.K. Marching past the security guards in the KP 2nd Battalion led by Shri Vishnudev S. Armed Police Sub-Inspector. രണ്ടാമത്തെ പെട്രോൾ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് ശ്രീ പ്രദീപ് എൻ റിസർവ് സബ് ഇൻസ്പെക്ടർ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് പാലക്കാട്. Greeting the distinguished guests is the 3rd Platoon of Local Police Palakkad led by Sub-Inspector of Police Shri Nishad K. from Kasaba Police Station. നാലാമത്തെ പെട്രോളായ വുമൺ പോലീസ് പാലക്കാട് നയിക്കുന്നത് Saluting the distinguished guests is the Kerala Excise Platoon led by വിശിഷ്ടാതിഥി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന 7ാമത്തെ പെട്രോളായ കേരള ഫയർഫോഴ്സ് നയിക്കുന്നത് ശ്രീ എൻ കെ ആൻഡ്രൂസ് പോലീസ് സ്റ്റേഷൻ ഓഫീസർ കഞ്ചിക്കോ. marching past the security guards is the 8th Platoon. And in the back section we have Fatima. അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന 9ാമത്തെ പെട്രോളായ സിവിൽ ഡിഫൻസ് നയിക്കുന്നത് ശ്രീ ഷാജഹാൻ. The distinguished guest is the 10th Platoon of Student Police Cadet Boys from BEMHSS Palakkad led by Master Sali Krishna. 11ാമത്തെ പെട്രോളായ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് ബോയ്സ് PMG HSS പാലക്കാട് നയിക്കുന്നത് മാസ്റ്റർ കൃഷ്ണ. Greeting the distinguished guest is Student Police Cadet Boys from Ashramam School, Malappuram led by Master Krilesh. പരേഡിന് ശേഷം മന്ത്രി റിപ്പബ്ലിക് ദിന സന്ദേശവും നൽകി. ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് സോഷ്യലിസം, മതേതരത്വം എന്നീ പദങ്ങൾ നീക്കം ചെയ്യണമെന്ന വാദങ്ങൾ ജനാധിപത്യത്തിന്റെ അടിത്തറ ഇളക്കുന്നതാണ്. ഒരു സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുകയെന്ന ഭരണഘടനയുടെ ലക്ഷ്യം സാധ്യമാക്കാൻ ഓരോരുത്തരും പ്രവർത്തിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്നും സോഷ്യലിസം, മതേതരത്വം എന്ന വാക്കുകൾ നീക്കം ചെയ്യണമെന്ന വാദങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവർ നിന്ന് പോലും ഉയരുന്നത് ജനാധിപത്യത്തിന്റെ അടിത്തറ ഇളക്കുന്നവയാണ്. ഇത്തരം നീക്കങ്ങൾക്കെതിരായി അത്യന്തം ജാഗ്രത പുലർത്തേണ്ട ഘട്ടമാണ്. ഡോക്ടർ രാം മനോഹർ വിഭാവനം ചെയ്ത സപ്തക്രാന്തി അഥവാ 7 വിപ്ലവങ്ങൾ ഇന്നും പ്രസക്തമാണ്. ജാതി മത വിവേചനങ്ങൾക്കെതിരായും സാമ്പത്തിക അസമത്വങ്ങൾക്കെതിരായും അദ്ദേഹം ഉയർത്തിയ പോരാട്ടം നവഭാരത നിർമ്മിതിയിൽ അനിവാര്യമാണ്. രാജ്യം നേരിടുന്ന ഏറ്റവും
കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു. കോർപ്പറേറ്റുകൾക്ക് നികുതികൾ നൽകുമ്പോൾ സാധാരണക്കാർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നു. ലോകത്തിൽ ദരിദ്രരായ കുട്ടികൾ വലിയൊരു ശതമാനവും ഇന്ന് ഇന്ത്യയിലാണെന്നത് നമ്മെ ആലോചനപ്പെടുത്തുന്ന കാര്യമാണ്. സാധാരണക്കാരൻ്റെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും അവൻ്റെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കാനും കഴിയാത്ത പക്ഷം ജനാധിപത്യം അതിൻ്റെ പരിപൂർണതയിൽ എത്തിയെന്ന് നാം പറയാനാവില്ല. ഒരു തീരുമാനമെടുക്കുമ്പോൾ താൻ കണ്ടുമുട്ടുന്ന ഏറ്റവും ദരിദ്രനായ മനുഷ്യന്റെ മുഖം ഓർക്കണമെന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന് ഗാന്ധിജി നൽകിയ ഉപദേശം ഇന്നും ഭരണകർത്താക്കൾ വിസ്മരിക്കുകയാണ്. രാജ്യത്തെ അസന്തത്തിന്റെ സാഹചര്യവും വർഗീയതയും കൈകോർക്കുമ്പോൾ നമ്മുടെ മതേതര സോഷ്യലിസ്റ്റ് ആശയങ്ങൾ തകരുകയാണ്. ഇന്ത്യയുടെ പാരമ്പര്യം സ്നേഹത്തിൻ്റെതാണെന്ന് നാം തിരിച്ചറിയണം. ജാതിമത പ്രാദേശിക വിഭജനങ്ങൾ അതീതമായി എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടിയിണക്കാൻ നമുക്ക് കഴിയണം. രാജ്യത്തിന് തന്നെ മാതൃകയായ ബദൽ വികസന സംസ്കാരമാണ് കേരളം പിന്തുടരുന്നതെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. IPS ഉദ്യോഗസ്ഥരായ ആശാ ശർമ്മ പരേഡ് നയിച്ചു. റിസർവ് പോലീസ് സബ് ഇൻസ്പെക്ടർ K. ജയൻ സെക്കൻഡ് ഇൻ കമാൻഡറായി. KAP 2ാം ബറ്റാലിയൻ, പ്രാദേശിക പോലീസ്, എക്സൈസ്, വനിതാ പോലീസ്, വനം വകുപ്പ്, ഫയർഫോഴ്സ്, സിവിൽ ഡിഫൻസ്, ഹോം ഗാർഡ്സ്, SPC സ്കൗട്ട്സ്, ഗൈഡ്സ്, ജൂനിയർ റെഡ് ക്രോസ് തുടങ്ങിയ വിഭാഗങ്ങളിലായി 24 പ്ലറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. K. പ്രേംകുമാർ MLA, ജില്ലാ കളക്ടർ മാധവിക്കുട്ടി MS, ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് K. സുനിൽകുമാർ, അഡീഷണൽ പോലീസ് സൂപ്രണ്ട് S. ഷംസുദ്ദീൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാർ നേടിയ മണ്ണാർക്കാട് കോട്ടോപ്പാടം KAHHSSലെ വിദ്യാർത്ഥിയായ K. മുഹമ്മദ് സിദാനെ ചടങ്ങിൽ വെച്ച് മന്ത്രി K. കൃഷ്ണൻകുട്ടി അനുമോദിച്ചു. മാർച്ച് പാസ്റ്റിൽ ജേതാക്കളായുള്ളവർക്ക് സമ്മാനങ്ങളും ബാൻഡ് സംഘത്തെ നയിച്ച സംഘത്തിനുള്ള സമ്മാനങ്ങളും മന്ത്രി വിതരണം ചെയ്തു. മാർച്ച് പാസ്റ്റിൽ യഥാക്രമം 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടിയവർ ഇവരാണ്: സായുധ സേനാ വിഭാഗം, KAP 2ാം ബറ്റാലിയൻ ജില്ലാ ആസ്ഥാന പോലീസ്, നിരായുധ സേനാ വിഭാഗം, എക്സൈസ് വകുപ്പ്, വനം വകുപ്പ്, SPC ബോയ്സ്, BEM HSS ആശ്രാമം സ്കൂൾ മലമ്പുഴ, SPC ഗേൾസ്, ഗവൺമെന്റ് മോയൽ മോഡൽ GHSS, SPC ഗേൾസ്, ഗവൺമെന്റ് മോയൽ മോഡൽ GHSS കണ്ണാടി, സ്കൗട്ട്സ്, കന്നകയമ്മൻ HSS മൂത്താന്തറ, BEM HSS, ഗൈഡ്സ്, ഗവൺമെന്റ് മോയൽ മോഡൽ GHSS കന്നകയമ്മൻ HSS മൂത്താന്തറ. UTV ന്യൂസ്, പാലക്കാട്.